ഇപ്പം എന്താണെങ്കിൽ കുറച്ച് നാളായിട്ടാണ് എല്ലാവരും ഗ്ലെൻകോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വന്നെന്നാൽ ഗ്ലെൻകോ പോയേക്കാം. മഞ്ഞും മഴയും വെയിലും ഒക്കെ ആയിട്ട് ഗ്ലെൻകോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇടയ്ക്കായിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്കോട്ട്ലൻഡ് ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു, -4 ആയിരുന്നു. ഓൾമോസ്റ്റ് ഓഫ് എല്ലാ സ്ഥലത്തും നല്ല സ്നോ ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്ലാസ്കോയിൽ മാത്രം സ്നോ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്നോ അന്വേഷിച്ചുള്ള പരിപാടിയാണ്. സ്നോ ഹണ്ട് സ്റ്റാർട്ട്സ് നൗ. കിട്ടുമല്ലോ, നമുക്ക് കണ്ടറിയാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ പൊന്നു പറഞ്ഞതുപോലെ നമ്മൾ ഗ്ലെൻകോയിൽ മഞ്ഞുമലകളും മഞ്ഞും കാണാൻ പോവാം. അപ്പോൾ പോയി വന്നാലോ? നിങ്ങൾ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞങ്ങളോട് പറയണം കേട്ടോ. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് പ്ലേസാണിത്. ലൈക്ക് പോകുന്ന വഴിയായാൽ പോലും ഭയങ്കര അടിപൊളിയാണ്. സ്കോട്ട്ലൻഡ് ഡ്രൈവ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്. സ്കോട്ട്ലൻഡ് ആരും എപ്പോഴും പറഞ്ഞ ശരിയാണ്. സ്കോട്ട്ലൻഡ് എങ്ങോട്ട് തിരിച്ചാൽ ഫ്രെയിമാണ്. ഹലോ ഗൈസ്, അങ്ങ് അകലെ നോക്കി സ്നോയുടെ ചെറിയ പാച്ചുകൾ കാണാം. ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് സ്നോ. നമ്മൾ അങ്ങോട്ടായിരിക്കും എത്തണേ. ഗ്ലെൻകോ ആ സൈഡിട്ട് നമ്മൾ പോയി അവിടെ എത്തുമ്പോൾ നമുക്ക് പോകണം സ്നോ ഉണ്ടോ ഇല്ലയോ. Let's see. My God, look there. Oh my God. കിടിലം. Oh God. മേലെ ഫുൾ സ്നോ. ഞാൻ വെച്ച് ഇത്ര സ്നോ ഉണ്ടാവും. നോക്ക് മക്കളെ, നോക്ക്. അടിപൊളിയായിട്ടില്ലേ? എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടായോ? ഇനി സമയം 1 മണിക്കൂർ 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലെൻകോ എത്തും. സമയം 11-12 എത്തും. 51 മൈലൂടെ കവർ ചെയ്യാനുണ്ട്. നമ്മളങ്ങനെ സ്നോ ഹണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. മല ഫുൾ സ്നോ, ഇടയ്ക്ക് ചെറിയ മരങ്ങൾ. റോഡിലധികം സ്നോ ഇല്ലാതുണ്ട്. ഡ്രൈവ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. നൈസോടെ കാണാൻ വേണ്ടി ഡ്രൈവ് ചെയ്യാൻ ചെറിയ പാട്ടൊക്കെ വെച്ച് പോകാൻ വേണ്ടി അമ്പം കിടിലം. ഹലോ, ഇപ്പോൾ സമയം ഇപ്പോൾ ആണെങ്കിൽ 11 മണി ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആണെങ്കിൽ ലോക് ചൂള വ്യൂ പോയിന്റിലോട്ട് എത്തിക്കണേ. ചുറ്റും ഫുള്ള് മഞ്ഞ് നിറഞ്ഞ മലകൾ. ഇനി ഇവിടുന്ന് ഏറെക്കുറെ ഒരു അരമണിക്കൂർ കഷ്ടിച്ച് ഡ്രൈവ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ സ്കൈഫാളിലെ ജെയിംസ് ബോണ്ട് സ്കൈഫാളിലെ ആ ലൊക്കേഷനിൽ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഇവിടുത്തെ ഡ്രോൺ വിഷ്വൽസും പരിപാടിയൊക്കെ കാണൂ. കഴിഞ്ഞാണെങ്കിൽ നമ്മളാണെങ്കിൽ ഗ്ലെൻകോ സ്കൈ സെന്ററിൻ്റെ അവിടെ എത്താറായിട്ടോ. ചുറ്റും നോക്കിയ വലിയ മലനിരകളാണ്, ഗ്രാപ്പിയൻ മലനിരകൾ. പണ്ടത്തെ ആണെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻസിനൊക്കെ ശേഷം ഉണ്ടായതുകൊണ്ടാണെങ്കിൽ ഈ മലനിരകൾക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഹൈറ്റും കൊണ്ടായാലും അതിനുള്ള റോക്സിൻ്റെ ആയാലും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസാമാന്യ ബ്യൂട്ടി കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആണെങ്കിൽ ഗ്ലെൻകോയിലാണ്. നോക്കി ഫുൾ മഞ്ഞ് ചുറ്റപ്പെട്ട് കിടന്ന ഗ്ലെൻകോ. അവിടെയാട്ടോ സ്കൈ സെൻറ്റർ തന്നെ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിട്ട് മാറി പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിട്ട് പോയാട്ടോ വി വൈറ്റ് ഹൗസ് ഒക്കെ തന്നെ. ഗ്ലെൻകോ ഇപ്പോൾ ഈ 3 ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അസാമാന്യ ബ്യൂട്ടിഫുൾ ആണ്. ആ മലനിരയുടെ ഹൈറ്റൊക്കെ നോക്കി. ഗ്രാപ്പിയൻ മലനിരകളാണ് ഗ്ലെൻകോയിൽ കാണാൻ മിക്കതും. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻസ് ശേഷം ഉണ്ടായതാണെന്ന് പറയണേ. അതിൻ്റേതായ ബ്യൂട്ടി എല്ലാം കാണുന്നുണ്ട്. അങ്ങറ്റത്തേട്ട് നോക്കിയാൽ മൂടൽമഞ്ഞ് ആ മലയെന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നൈസാട്ടോ. അവിടെ സ്റ്റോപ്പൊക്കെ ചെയ്ത് ഒരു കോഫി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നേ. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. കൊള്ളാം. നമുക്കിനി അടുത്ത സ്പോട്ടിൽ കാണാം. നമ്മൾ 3 സിസ്റ്റേഴ്സിൻ്റെ പാർക്കിങ്ങിലാട്ടോ. പാർക്കിംഗ് സ്പേസ് അത്ര ക്രൗഡല്ല ഞാൻ തിരിച്ചു കയറി വന്നപ്പോൾ. അതുകൊണ്ട് ഇവിടെ നിർത്തി 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നു വെച്ചു. 3 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 മലകളാണ് നട്ടിരിക്കുന്നത്. 3 മലകളാണെന്ന് ചിലർ പറഞ്ഞു. ചിലരാണെങ്കിൽ 3 വാട്ടറിൻ്റെ ജോയിനിങ് ആണെന്ന് പറഞ്ഞു. ഇതേക്കൂടെയാണ് ഞങ്ങൾ ട്രക്ക് ചെയ്യാൻ കയറിയ പാത്തൊക്കെ ഉണ്ട്. ഇതേക്കൂടെ നടന്ന് നമുക്ക് മലയുടെ അടുത്തേട്ടൊക്കെ പോകാനൊക്കെ പറ്റും. നൈസ് വ്യൂ കേട്ടോ. കൊള്ളാം, ബ്യൂട്ടിഫുൾ.
കമാൻ പോയിട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്കാണ് ഇരിക്കാനൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട്, ഇരിക്കാൻ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ പാർക്കിങ്ങിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, ഫ്രീ പാർക്കിംഗ് ഹേ. അങ്ങോട്ട് നോക്കി, ഈ പാറേക്കടെ വെള്ളം വെള്ളം വരെ ഐസായിട്ട് ഗ്ലേസിയേഴ്സ് പോലെ ഇരിക്കുകയാണ്. ഐസ് ഇവിടെ ഇപ്പോൾ പണി നടക്കുന്ന ഒരു സിഗ്നലിൽ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയായിട്ടത്. ഇപ്പോൾ ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ, കറക്റ്റായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 200 മീറ്റർ, ഞാൻ താഴത്തെ 3 സ്റ്റേഷൻ അങ്ങോട്ട് പോയപ്പോൾ സ്നോ പെയ്യണില്ല, സ്കൈ സെൻറ്ററിന് അങ്ങോട്ട് വരുമ്പോൾ സ്നോ പെയ്യണില്ല. ഈ ഒരു ഏരിയയിൽ മാത്രം സ്നോ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിഞ്ഞി അങ്ങോട്ട് വീണ്ടും സ്കൈ സെൻറ്ററിന് അങ്ങോട്ട് പോകാം. പറ്റുവാണെങ്കിൽ നമുക്ക് വി വൈറ്റ് ഹൗസിൽ നിർത്താം. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ട്രാഫിക്കായിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മളാണല്ലോ എപ്പോഴാണ് എത്തിയത് വി വൈറ്റ് ഹൗസിൻ്റെ ഇവിടെ കേട്ടോ. സ്കോട്ട്ലൻഡ് മോസ്റ്റ് ഫോട്ടോഗ്രാഫിക് ഹൗസ് എന്ന് പറഞ്ഞ വീട്ടിലെ അങ്ങ് അകലെ കാണുന്ന സംഭവം കേട്ടോ വി വൈറ്റ് ഹൗസ്. അതിൻ്റെ കറക്റ്റ് പാർക്കിംഗ് ആണ് അവിടേക്ക് കേട്ടോ. അവിടെ ഇവിടെ ഒരു പാർക്കിംഗ് ആണ്, പക്ഷേ ഇങ്ങോട്ടാണ് പാർക്കിംഗ്, കുറച്ച് താഴ്ത്തിട്ട് നിങ്ങൾ പാർക്ക് തിരിച്ച് വണ്ടി അവിടെ നിന്ന് കയറുമെന്ന് ചെയ്യും. അവിടെ ഒരു പാർക്കിംഗ്, ആ പാർക്കിംഗ് നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടിട്ടാണ്. ഇതാണ് ഇത് കുറച്ചുകൂടി മഞ്ഞില്ലാത്തപ്പോഴാണ് ഇത് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ചെറിയ മഞ്ഞും പെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് ഷോർട്ട്സ് ഒക്കെ കാണാം അവിടെ നിന്ന്.